ഹായ് എവ്രി വൺ, വെൽക്കം ടു മാപ്സ് ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ആൽവിൻ ജോർജും അതേപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയായ സന്തോഷ് വർക്കിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എത്തിക്സിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതെന്നും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. First of all, thank you for arranging this interview with us. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അല്ലേ? നമ്മൾ ശരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിലോസഫിയിലെ എത്തിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി ലോജിക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യം. അപ്പോൾ എത്തിക്സ് റിലേറ്റഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈഫിൽ എന്തിനും എത്തിക്സ് വേണമെന്ന് പറയുന്നില്ലേ? ഫിലോസഫിയുടെ ഏറ്റവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് എത്തിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും ലൈഫിൽ എത്തിക്സ്, അപ്പോൾ ബിസിനസ്സിലുണ്ട്, മെഡിസിനിലുണ്ട്, എല്ലാത്തിലും ഒരു എത്തിക്സ് അല്ലെ നമ്മളൊരു കറക്റ്റ് എന്താ പറയുക, മാനദണ്ഡം എന്നാണ് കറക്റ്റ് നമ്മൾ മലയാളത്തിൽ പറയാം, അതോ കോണ്ടാക്ട് എന്ന് പറയാം, ഇംഗ്ലീഷിൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായ ഒരു രീതി അല്ലേ? റിലേറ്റീവ് ആണ്. ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും, ഓരോ കൾച്ചർ അനുസരിച്ചും ഓരോ റിലീജിയൻ അനുസരിച്ചും. അത് ഒബ്ജക്റ്റീവ് അല്ല, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എത്തിക്സ് ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. എസ്പെഷ്യലി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനത്തെ കാര്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എത്തിക്സിന് റോള് വരുന്നത്. പക്ഷേ ഈ എത്തിക്സ് ഫാമിലിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എല്ലാ ഫാമിലിയിലും ഉണ്ടാവണമില്ല. പക്ഷെ അത് ആക്ച്വലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് കൊണ്ടുവരുന്നത്, എഡ്യൂക്കേഷനിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ശരിയാക്കിയാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. മാപ്സ്റ്റിക്കിൻ്റെ ഓഡിയൻസിനോടെ ഈ എത്തിക്സ്, ഫിലോസഫിയിൽ എത്തിക്സ് എന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു ഒറിജിനെ കുറിച്ച് എത്തിക്സിൻ്റെ മെയിൻ ആൾ സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് എത്തിക്സിൻ്റെ മെയിൻ ആൾ. എത്തിക്സ് പറയുമ്പോൾ പല രീതിയിലുണ്ട്, നോർമറ്റീവ്, ഇങ്ങനെ പല മെറ്റാ എത്തിക്സ്, ഇങ്ങനെ പല രീതിയിലുണ്ട്. മൊറാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ആൾക്കാർ ഇപ്പോൾ റൈറ്റും റോങ്ങും തമ്മിൽ വ്യത്യാസമാണ്. ഇത് കോമൺ സെൻസിക്കലായിട്ടും ഉണ്ട്, കോമൺ സെൻസ് ആൾക്കാർക്കും ഇൻ്റലക്ച്വലായിട്ടും ഉണ്ട്. മെഡിക്കൽ എത്തിക്സിൽ കുറേ ഉണ്ട്, ബയോ എത്തിക്സ്, അങ്ങനെ കുറേ ഉണ്ട്. എത്തിക്സ് ഇപ്പോൾ എത്തിക്സ് ഇല്ലാത്തതാണ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ യൂത്തിനൊന്നും എത്തിക്സിൽ സംഭവം വളരെ കുറവാണ്. എല്ലായിടത്തും വേണ്ടതാണത്, എല്ലാ ഫീൽഡിലും. അതാണ് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വേണ്ടത്. ഇപ്പോൾ ഈവൻ കമ്പ്യൂട്ടർ ആണെങ്കിലും പല ടെക്നോളജി വന്നപ്പോൾ എത്തിക്സ് ഇല്ലെങ്കിൽ എല്ലാം മിസ്യൂസ് ആവും. എത്തിക്സ് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ മാത്രമല്ല, കുറച്ചുകൂടെ നമ്മളുടെ ഹാർട്ട്, മോറൽ വാല്യൂസ് അങ്ങനത്തെ കൂടിയിട്ടാണ്, ബുദ്ധി മാത്രമല്ല. മറ്റേ ഇപ്പോൾ ലോജിക്കൽ പറഞ്ഞാൽ പ്യുവർലി ബുദ്ധിയാണ്, ലോജിക്ക് അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ എല്ലാം വളരെ ഇൻ്റലക്ച്വലാണ്. പക്ഷേ എത്തിക്സ് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാർട്ട്, നമ്മുടെ ഒരു മൈൻഡ്, നമ്മുടെ നല്ലൊരു മനസ്സാണ്, ആ സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഇൻ്റലക്ച്വൽ മാത്രമല്ല. ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന അതാണ്, എല്ലായിടത്തും വേണം അത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ യൂത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി വേണ്ടത് മോറൽ എത്തിക്സും എല്ലാം കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്ത എത്തിക്സ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടായിരിക്കും എത്തിക്സ് എന്ന് പറയുന്നത് കുറയാനുള്ളൊരു കാരണം? അത് കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആൾക്കാർ കഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു? ഇപ്പോഴത്തെ പല ആൾക്കാരും എത്തിക്സ്റ്റലാവാണ്. ഇപ്പോൾ റിലീജിയസ് ആയി കഴിഞ്ഞാൽ കുറച്ച് എത്തിക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ്ങിലെ കാരണം പല എത്തിക്സ്റ്റാണ്. എത്തിക്സത്തിലേക്ക് പോകുമ്പോൾ ഈ വാല്യൂസ് എത്തിക്സെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ പൊതുവേ ചെറുപ്പക്കാർക്ക്, യൂത്തിന് കുറവാണ്, അവരുടെ ഏജ് അങ്ങനെയാണ്. കുറച്ച് പ്രായമാകുമ്പോഴാണ് എത്തിക്സ് വരുന്നത്. ഈ എത്തിക്സിൽ വരുമ്പോൾ ആ പ്രശ്നം വരുന്നുണ്ട്. എത്തിക്സുകൾക്ക് ഫൊർഗീവ്നെസ് ഇല്ല, മൊറാലിറ്റി ഇല്ല, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. അവർ സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണോ ശരി അതാണ് ശരി, അതല്ല ശരി. അവർക്കൊരു വെൽ ഡിഫൈൻഡ് ഒരു എന്താ പറയുക, ഒരു മൂവിയില്ല, ലാസ്റ്റ് മൂവിയിൽ പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും, എനിക്ക് ശരിയെന്ന് തോന്നുന്നു ശരിക്കും ശരിയാവണമില്ല. പിന്നെ ഇത് ഡോക്ടർ രജിത് കുമാറായിട്ട് വരെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു ഫാമിലിയിലാണ്. എനിക്ക് അതൊരു വിയോജിപ്പാണ്. കാരണം എല്ലാ ഫാമിലിയിലും അത് ഉണ്ടാവണമില്ല, എല്ലാവർക്കും ആ ഒരു നല്ല ഫാമിലി ഉണ്ടാവണമില്ല. അപ്പോൾ എഡ്യൂക്കേഷനിലാണ്, എഡ്യൂക്കേഷൻ സ്ഥലത്താണ് കൊണ്ടുവരുന്നത്. ഇതിൽ കമ്മ്യൂണിറ്റി കൾച്ചറിന് ഒരു ഭയങ്കര പങ്കില്ലേ? ഇപ്പം നമ്മളുടെ ഇവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ, നമ്മളെല്ലാം ഓരോ സമുദായത്തിൽ ജനിച്ച് സമുദായത്തിൻ്റെ ഒരു ഇതിലാണല്ലോ. അപ്പം റിലീജിയനകത്ത് തന്നെ പല ഇത് പറയാൻ ഒരു കാര്യം പറയാം. ഈ നിയമങ്ങൾ പോലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിയമം, നിർഭയ കേസിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം പല റൂറൽ ഏരിയാസ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്, സിവിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് റേപ്പ് സാധാരണ ഫിനോമിനാണ്. അതുകൊണ്ടാണ് അവിടെ അകം നിയമം വന്നത്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസ ആൾക്കാർ മിസ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും കുഴപ്പമാണ്, ഒരുപാട് ഡൈവേഴ്സ് കൾച്ചർ, ഡൈവേഴ്സ് റിലീജിയൻ, ഒരു സ്ഥലത്തും മറ്റേടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് കൾച്ചർ ആയതുകൊണ്ട്, മൾട്ടി കൾച്ചറലിസം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈലി ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. നമ്മളെ യൂറോപ്പ് പോലത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഓരോ ജില്ല മാറിയ കൾച്ചർ മാറി ഇവിടെ.
അപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ പക്ഷെ നമ്മളിപ്പോ അവിടെ ചെന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഈ സംഭവം കാനഡയിലില്ലേ, അതായത് കിംലിക്കാണ് ആളുടെ മൾട്ടി കൾച്ചറലിസമാണ്, അവിടെയും ഈ പ്രോബ്ലം ഉണ്ടെന്ന് പ്രോബ്ലം പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ അത്രയും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, ഇത്രയും വലിയ കൺട്രി ആയതുകൊണ്ട്. നമ്മൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂ ആണ് ഈ മൾട്ടി കൾച്ചറലിസം എന്ന് വെച്ചാൽ അതൊരു ഡൈവേഴ്സ് പീക്കിലാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ബേസിൽ ഇവർക്ക് കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ചില ഈ എഴുതി വെക്കാത്ത അൺറിട്ടൺ ലോസ് ഉണ്ട്. സോഷ്യൽ നോംസ് നമ്മൾ പറയത്തില്ലേ, സാമൂഹിക മാനദണ്ഡവും നല്ല കറക്റ്റ് വേർഡ്. ഈ സാധനമുണ്ട്, അതായത് ഇന്ന ഏജ് കല്യാണം കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പാടില്ല, ലേഡീസ് അങ്ങനെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, അങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ പാടുള്ളൂ, ആണുങ്ങൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, ഇതൊക്കെ മീശ വെക്കണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അൺറിട്ടൺ ആയിട്ടുള്ള സോഷ്യൽ റൂൾസ് ആണ്. ഇതൊന്നും നിയമമായിട്ടില്ല. അപ്പൊ ഈ സാധനങ്ങളിൽ ചില കമ്മ്യൂണിറ്റികൾക്ക് വളരെ വെൽ ഡിഫൈൻഡ് മൊറൽ സിസ്റ്റംസ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി സിവിലൈസ്ഡ് ആകുന്നുമുണ്ട്. സിവിലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ നോക്കിയാൽ അവരുടെ കമ്മ്യൂണിറ്റി കൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആയതുകൊണ്ട് ഇപ്പൊ ശബരിമല ഇഷ്യൂലും ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ ഒരു അവരുടെ പല റിലീജിയൻ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, അവർ അത് വെച്ച് ജീവിക്കട്ടെ, അതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ശബരിമല ഇഷ്യൂയിൽ ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം, അത് അവരുടെ വിശ്വാസമാണ്. അങ്ങനെ മാറ്റാൻ പോവുകയാണെങ്കിൽ എല്ലായിടത്തും മാറ്റണം, എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളിയിലും എല്ലാം മാറ്റണം. അത് അവരുടെ വിശ്വാസം വെച്ചാൽ അവർ പോട്ടെ. ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്, ശബരിമല ഇഷ്യൂൽ നടന്ന സംഭവം അതാണ്. അത് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ആളുകൾക്ക് ഡാമേജ് ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യാം. ചില ടെമ്പിളിൽ ഇപ്പോൾ ശബരിമലയിൽ പെണ്ണുങ്ങൾക്ക് മോശമാണെങ്കിൽ ചില ടെമ്പിളിൽ പെണ്ണുങ്ങൾക്കാണ് അനുകൂലം, ആണുങ്ങൾക്ക് മോശമാണ്. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് പ്രാക്ടിക്കലല്ല. പിന്നെ അത് ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട്, അവരത് ജീവിക്കും. പക്ഷെ അത് അവർക്കൊരു ഡേഞ്ചറസ് എന്തെങ്കിലും ഹാംഫുൾ ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യണം. പക്ഷെ ചതി പോലെ കാര്യമല്ല വന്നപ്പോൾ രാജാറാമോഹൻ റോയൽ ഇൻവോൾവ് ചെയ്യണം, അങ്ങനത്തെ ഇത് കളയണം. അല്ലെങ്കിൽ അവർ ഓരോരുത്തർ ഓരോ വിശ്വാസം ജീവിക്കട്ടെ. കാരണം ഇന്ത്യ ഇസ് സെക്യുലർ കൺട്രി, പ്രത്യേക റിലീജിയൻ അല്ല. ഐ ഹാവ് എ ഓപ്പോസിങ് പോയിന്റ്. ഇപ്പം നമ്മൾ ഈ മതവിശ്വാസത്തിനും ഈ നമ്മുടെ ഇപ്പോൾ സമുദായം എന്ന് പറയുന്ന സാധനം ഇപ്പം അങ്ങനെ ഇന്ത്യയിലെ എത്നിക് ഗ്രൂപ്പുകളുണ്ടല്ലോ. ഈ എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നോർത്ത് ഈസ്റ്റിലല്ല, നോർത്ത് ഈസ്റ്റ് മാത്രമല്ല, ഈ ഓൾ ഓവർ ഇന്ത്യ എത്നിക് ഗ്രൂപ്പുകൾ. ഇപ്പൊ ഈ എത്നിക് ഗ്രൂപ്പുകൾക്ക് ആവശ്യമില്ലാതെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സാമുദായിക നിയമങ്ങളും മത നിയമങ്ങളും പോപ്പുലേഷന്റെ വേണ്ടി അടിച്ചേൽപ്പിക്കുന്നത്. അത് പാടില്ല, അത് പാടില്ല. അവര് പൊളിറ്റിക്സ് അവിടെ അത് പാടില്ല, അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവരുടെ ഈ അൺറിട്ടൺ റൂൾസ്, അവരുടെ ഈ പൊതുബോധം എന്ന് പറയുന്ന സാധനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസിന് എതിരായിട്ടാണ് വരുന്നത്. ഓൾവേസ് എ കോൺഫ്ലിക്റ്റ്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നാട്ടുപഞ്ചായത്ത് എന്നൊക്കെ അതുണ്ട്. അതാ ഞാൻ പറഞ്ഞ സതി പോലെ കാര്യങ്ങളല്ല, അല്ല അതല്ല പറഞ്ഞില്ലേ, സതി പോലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ആയാലും എൻകറേജ് ചെയ്യരുത്, ഞാൻ പോയിന്റ് പറഞ്ഞു. അത് അങ്ങനത്തെ ആയാലും എൻകറേജ് ചെയ്യരുതാ. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഇയാൾ അംബേദ്കർ പറഞ്ഞത് ഈ ഒരു റോങ് ആൾക്കാർ വന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റോങ് ആയി മാറും. റോങ് ആൾക്കാർ വന്നാലും മാറാത്ത രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. വളരെ ബൾക്കിയാണ്, വളരെ നിയമങ്ങൾ അറിയുപോലുമില്ല. നമ്മൾ സെക്യുലറിസം എന്ന പേര് മാത്രമേ ഉള്ളൂ, ആക്ച്വലി സെക്യുലറിസം ഇല്ല. റിയൽ പ്രാക്ടിക്കൽ വേ ദർ ഇസ് നോ സെക്യുലറിസം. പക്ഷെ പിന്നെ ഇത് എന്താ വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ ആളുകൾ ഇപ്പൊ ബീഫിന്റെ കാര്യമല്ല, മറ്റുള്ള അടുപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ വിശ്വാസമാണ്, അത് വേറെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഇതില് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മുടെ കേരളം കുറച്ചും കൂടി ഇങ്ങനത്തെ സെക്യുലർ ആണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ കുറച്ച് മോശം നോക്കുമ്പോ കേരളം കുറച്ചുകൂടെ ബെറ്റർ ആണ്, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡും എല്ലാം കുറച്ചുകൂടെ വെൽ ഡെവലപ്ഡ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. വെൽ ഡെവലപ്ഡ് ഒന്നല്ല, ആളുകളുടെ മനസ്സിൽ ഡെവലപ്ഡ് ഒന്നല്ല. പക്ഷെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഇത് നല്ല കുറച്ച് മാറിക്കിട്ടെന്ന് പറയാം. നമ്മൾ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ സെറ്റിൽമെന്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നമ്മൾ സിറ്റി എൻവയൺമെന്റ്, ഇപ്പം മുംബൈ, ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കോസ്മോപൊളിറ്റൻ കൾച്ചറുള്ള മുംബൈ, ബാംഗ്ലൂർ. അവിടുത്തെ ഒരു കൾച്ചറിൽ നിങ്ങൾ സമുദായത്തിന്റെ ആളാണെന്നോ മതത്തിന്റെ ആളാണെന്നോ പറഞ്ഞാൽ ഒരു വിലയില്ല. ആർ യു മോഡേൺ, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെയുള്ള ഐഡന്റിറ്റീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇൻ കൊച്ചിൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്, സഭയുടെ വലിയ ആളാന്നൊക്കെ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. സോ വെദർ ആർ യു ഫേമസ്, സെലിബ്രിറ്റി, റിച്ച്, എന്താ പറയുന്നത്, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ആർ യു ഗോയിങ് ഇൻ ടു ഗുഡ് റെസ്റ്റോറൻറ്റ്സ്, വിച്ച് ക്ലബ് ആർ യു ഗോയിങ് ഇൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യുന്നത്. ഡ്രസ്സിങ് ഇതെല്ലാം വരും. അർബൻ ലൈഫ് സ്റ്റൈൽ വരുമ്പം ദാറ്റ് ഈസ് ടോട്ടൽ. പക്ഷേ നമ്മൾ റൂറൽ സെറ്റിങ്സിൽ ഇപ്പോൾ സ്മോൾ ടൗൺസ് വില്ലേജസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളും, അല്ല അവർ ഫാമിലിയുടെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും, അല്ല അങ്ങനെയൊക്കെയുള്ള ട്രഡീഷൻ ഉണ്ട്.
അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ വാല്യൂസും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ടു ഏരിയ ആൻഡ് സെറ്റിൽമെൻറ്റ് ടു സെറ്റിൽമെൻറ്റ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാം, ഗാന്ധി പറയുന്ന ആൾക്ക് ഒരു മാസ് സൈക്കോളജി അറിയാം. പുള്ളി ഇവരെ എല്ലാം യുണൈറ്റ് ചെയ്തു. ഗാന്ധി വെച്ച് പലരും കുറ്റം പറയുമ്പോൾ ഈ ഡൈവേഴ്സ് കൾച്ചറും റിലീജിയനിലും എല്ലാവരും യുണൈറ്റ് ചെയ്ത് ഗാന്ധിയാണ്. അത് ഗാന്ധിക്ക് മാസ് സൈക്കോളജി അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ കാലത്ത് എല്ലാവരും ഗാന്ധി കുറ്റം പറയുമ്പോൾ ഒരു പോസിറ്റീവ് അതാണ്.